പലിശയാണ്. ആർക്കാണ് പലിശയുടെ ഗൗരവം അറിയാത്തത്? ഇസ്ലാമിൽ പലിശ ഹറാമാണെന്നറിയാത്ത ഏത് മുസ്ലിമാണുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, പലിശ 70-ൽ പരം ശാഖകളുണ്ട് പലിശക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ തീവ്രത, അതിന്റെ ഗൗരവം ശിക്ഷയുടെ കനമനുസരിച്ച് അതിലേറ്റവും താഴ്ന്ന ശാഖ ഒരാൾ തന്റെ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് സമാനമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പലിശയുടെ ശാഖകളിൽ അതിനേക്കാൾ താഴ്ന്ന ശാഖയില്ല പോലും. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നവന് സമാനമായി പലിശയിലെ ഏറ്റവും താഴ്ന്ന തീവ്രത കുറഞ്ഞതിൽ ഏർപ്പെടുന്നവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചു. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കുക. നമ്മുടെ സാമ്പത്തിക രംഗമെന്നെടുത്ത് പുനഃപരിശോധന നടത്തുക. നമ്മുടെ ക്രയവിക്രയങ്ങൾ, നമ്മുടെ ട്രാൻസാക്ഷൻസ്, നമ്മുടെ ഇടപാടുകൾ ഒന്ന് പരിശോധിച്ചു നോക്കുക. പലിശയുടെ അംശം തൊട്ട് തീണ്ടാത്തവർ എത്ര പേരുണ്ടാകും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഹറാമിന്റെ സമ്പാദ്യത്തിന്റെ ലാഞ്ചനയും കറയും പേറി അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ റബ്ബേ എന്ന് വിളിച്ചാൽ എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് പലിശ സഹോദരങ്ങളെ, അതൊരു രൂപയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യംഹഖുല്ലാഹു റിബ. പലിശ കൊണ്ട് നേടുന്ന ലാഭത്തെ അല്ലാഹു മായ്ച്ചു കളയും. എത്ര നീ സമ്പാദിച്ചാലും, പലിശ കൊണ്ട് നീ എത്ര ആസ്തി ഉണ്ടാക്കിയാലും നിനക്കതിൽ ബറക്കത്ത് ഉണ്ടാകുകയില്ല. എണ്ണം പറയാൻ, ആസ്തി അളക്കാൻ, അക്കൗണ്ടിന്റെ ബാലൻസ് കൂട്ടാൻ, വീമ്പിളക്കാൻ ഒരുപാടുണ്ടാകും അവകാശവാദങ്ങളാണ്. പക്ഷെ ബറക്കത്ത് എന്നുള്ള സാധനമുണ്ടല്ലോ, ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കി തരുന്ന ബറക്കത്ത്. മാസാവസാനം 10 രൂപ മാത്രമാണ് നിന്റെ അക്കൗണ്ടിൽ മിച്ചമെങ്കിലും അതിൽ നീ ആസ്വദിക്കുന്ന, കണ്ടെത്തുന്ന, മനസ്സംതൃപ്തിയാകുന്ന ബറക്കത്തുണ്ടല്ലോ, അത് പലിശയുടെ അംശം പേറുന്നവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. റബ്ബിന്റെ പ്രഖ്യാപനമാണ് യംഹഖുല്ലാഹു റിബ. അല്ലാഹു പലിശ അതിന്റെ ലാഭത്തെ മായ്ച്ചു കളയുമെന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് തന്നെ പലിശ തിന്നുന്നവൻ, പലിശ തീറ്റിക്കുന്നവൻ, പലിശക്ക് കൊടുക്കുന്നവനും കൊടുക്കപ്പെടുന്നവനും, അതെഴുതുന്നവൻ, പലിശയുടെ കണക്കുകൾ, ഇടപാടുകൾ, ബാങ്കിൽ ജോലി ചെയ്യുന്നവരെ സൂക്ഷിക്കുക. പലിശ രേഖപ്പെടുത്തുന്നവർ, വശാഹിദൈഹി, അതിന് സാക്ഷി നിൽക്കുന്നവർ വരെ അള്ളാഹുവിന്റെ ശാപത്തിനിരയുള്ളവരാണ്, അള്ളാഹുവിന്റെ ശാപത്തിന് അർഹരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തി.